ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അഡൽറ്റിനായിരുന്നാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ഒരുപോലെ ഒരു അഡിക്ഷനാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ അവരുടെ നമുക്കറിയാം മൊബൈൽ ഫോണിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻസ്. അപ്പോൾ ഈ അഡൽറ്റിനെക്കാട്ടിയും എത്രയോ, അതായത് 60% കൂടുതലാണ് നമുക്ക് കുഞ്ഞുങ്ങളിൽ ആ ഒരു റേഡിയേഷൻ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ എല്ലാ പാരൻസും എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഒക്കെ ആയിരിക്കാം. പക്ഷേ അവർ തിരിച്ച് വീട്ടിൽ വരുന്ന ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു കളിപ്പാട്ടം എന്ന പോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് ഒരു പ്രവണതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ദൂഷ്യഫലങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങൾ, അതായത് സ്കൂളിൽ ഉള്ള പഠിത്തത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിലുള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്കൊരു ഡിലേ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ഇന്നറ്റൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കോൺസെൻട്രേഷൻ കുറവാണ്. മാത്രമല്ല എന്തെങ്കിലും ഇപ്പോൾ എക്സാം ആയിരുന്നാൽ കൂടിയും അവർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എഴുതി തീർത്തിട്ട് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും ഇവർക്ക് വന്നു ചേരാൻ ഉള്ള ചാൻസസും കൂടുതലാണ്. മാത്രമല്ല ഈ കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ കളിക്കുന്നത് കുറേ ഗെയിംസൊക്കെയാണ്, അത് നമുക്കറിയാം. അപ്പോൾ ആ ഗെയിംസിൽ തന്നെ പല രീതിയിലുള്ള ഗെയിംസ് ഉണ്ട്. കില്ലർ ഗെയിംസ് ഉണ്ട്, ഡേഞ്ചർ ഗെയിംസ് ഉണ്ട്. അങ്ങനത്തെ കുറേ വേറിട്ട രീതിയിലുള്ള ഗെയിംസ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കളിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഗെയിംസ് കളിക്കുന്നത് വഴി, ഇപ്പോൾ കില്ലർ ഗെയിം അതുപോലെ തന്നെ എന്തെങ്കിലും ഡേഞ്ചർ ഗെയിം കളിക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റസ് തന്നെ മാറി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. കഴിവതും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോണ് കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ കില്ലർ ഗെയിംസും ഡേഞ്ചർ ഗെയിംസൊക്കെ കളിക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റസ് തന്നെ നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസസും കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കാരണവശാലും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കുഞ്ഞിനോട് പറയുവാണ് മൊബൈൽ എടുക്കരുത് അല്ലെങ്കിൽ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾ അതിൽ അഡിക്റ്റായി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനും ഭയങ്കര ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സ്ലോലി അവരുടെ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിംഗ് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതിന് നമ്മൾ പാരൻസ് തന്നെ ഒരു എഫോർട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന്, നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് കഴിയുന്ന സമയങ്ങളിൽ കഴിവതും കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. മാത്രമല്ല ആ സമയങ്ങളിലാണ് കുഞ്ഞുങ്ങൾ നമ്മളോട് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വീടുകളിൽ വളരെയധികം കുറവാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഓപ്പൺ അപ്പായി സംസാരിച്ചാൽ മാത്രമേ അവർക്കുള്ള ബുദ്ധിമുട്ട്, അവർക്കുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മളിൽ പറയുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലായിരിക്കും അത് വെച്ചിരിക്കുന്നതും. മാത്രമല്ല ഈ മൊബൈൽ ഫോണും ആയിട്ടുള്ള ഈ ഒരു ഇൻട്രാക്ഷനിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അവർക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്ത കണ്ടീഷനാകും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ഡേഞ്ചർ ഗെയിംസ്, കില്ലർ ഗെയിംസിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക, നമ്മളൊരു ടൈം റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. മാത്രമല്ല അവർക്ക് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും കൊടുക്കേണ്ടത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഗെയിംസുകളാണ്. അതായത് സുഡോക്കോ, ക്യാരംസ്, ചെസ്സ്, വേർഡ് ഗെയിംസ്, പസിൽസ്, അങ്ങനത്തെ ഗെയിംസുകൾ നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെയധികം സഹായിക്കും.